പിതാവ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. പിതാവിന്റെ പ്രതികരണം ആദ്യം. കാണുമ്പോൾ മരിച്ചു കിടക്കണേണ്. കഴുത്തിൻ്റെ അവിടെ പാടുണ്ട്, തല ഇതായിക്കണേ, കണ്ണൊക്കെ തുറന്ന് മലന്നിരിക്കണേ, കാലിൽ രണ്ട് കാലിലും കമ്പി എന്താ വെച്ചൊക്കെ കുത്തി തുളച്ചിട്ട് ബ്ലഡ് പോയി കിടക്കണം. ഇതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പെണ്ണ് അവിടെ അടുത്ത് കിടപ്പുണ്ട്. ആ പെണ്ണാണ് അവിടെ കൊണ്ടുവന്നത്. പക്ഷെ ആ പെണ്ണ് നേരത്തെ ഇവനുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കണേണ് രണ്ട് കോടതിയിൽ. അതായത് ഇവനിക്ക് ഈ പെണ്ണിന് ഭർത്താവും രണ്ട് പിള്ളേരും ഉണ്ട്. അവിഹിതം കാരണം ഇതാ കേരളത്തിൽ ഒരു മരണം കൂടി. ഒരു കൊലപാതകം പോലും നടക്കാത്ത ഒരു ദിവസം പോലും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അത്രയും നിസാരമായി നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് കൊലപാതകം ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റുമൊക്കെ നടക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം നടക്കുന്നത് എറണാകുളം പള്ളുരുത്തിയിലാണ്. ഒരു ഭർത്താവും ഭാര്യയും ചേർന്ന് ഭാര്യയുടെ കാമുകനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആഷിഖ് എന്നാണ് ഈ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ പേര്. 35 വയസ്സുള്ള പിക്കപ്പ് വാനിൽ മത്സ്യം കൊണ്ട് വിൽക്കുന്ന ജോലിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ആഷിഖ് എന്ന് പറയുന്നത്. അപ്പൊ ആഷിഖിന് ഷഹനാസ് എന്ന് പറയുന്ന ഈ ഒരു യുവതിയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ഷഹനാസ് തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആഷിഖിന്റെ വീട്ടിലൊക്കെ എത്തി ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആഷിഖിന്റെ ഉപ്പ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ചില വഴക്കുകളും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പോലീസ് കേസ് അടക്കം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷഹനാസും ആഷിഖുമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ, ചില നഗ്നതാ ദൃശ്യങ്ങള് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കും എന്നുള്ളൊരു ഭീഷണിയെ തുടർന്നാണ് ഈ ഷഹനാസും ഭർത്താവും ചേർന്നുകൊണ്ട് ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് ആഷിഖിനെ വിളിച്ചു വരുത്തിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 9 മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ ഈ സംഭവം നടന്നതിന് ശേഷം, അതായത് ആഷിഖിനെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം ഈ ഷഹനാസ് തന്നെയാണ് ആഷിഖിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ രണ്ട് തുടയിലും ഏറ്റിട്ടുള്ള ആഴത്തിലുള്ള മുറിവ് മൂലം ചോര വാർന്നിട്ടാണ് ആഷിഖിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഭർത്താവ് ഉള്ള ഒരു സ്ത്രീയാണ് ഈ ഷഹനാസ് എന്ന് പറയുന്നത്. ആ ഒരു സ്ത്രീയാണ് ഇതുപോലുള്ള അവിഹിതത്തിൽ ചെന്ന് ചാടി അവരുടെ ജീവിതം തന്നെ ഇപ്പം നശിച്ചു പോയിരിക്കുന്നത്. അപ്പൊ ആഷിഖ് എന്ന് പറയുന്നത് വിവാഹം കഴിയാനിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലേ. കുറച്ചു കാലം കൂടി കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടി ജീവിക്കേണ്ട ഒരു ചെറുപ്പക്കാരനാണ് ഈ ഒരു അവിഹിതത്തിന്റെ പിന്നിലേക്ക് പോയി തന്റെ ജീവിതം തന്നെ ഇപ്പം എറിഞ്ഞുടച്ചിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഈ അവിഹിതം മൂലം കുടുംബജീവിതം നശിക്കുന്ന, കുട്ടികൾക്ക് അമ്മമാരെ നഷ്ടപ്പെടുന്ന, അച്ഛന്മാരെ നഷ്ടപ്പെടുന്ന നിരവധി കേസുകളാണ് നമുക്ക് ചുറ്റിലുള്ളത്. പക്ഷെ ആരും ഇതിൽ നിന്നും ഒരു പാഠവും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങള് ലക്ഷ്യമിടുന്നത് എന്ത് കാര്യത്തിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലേ. ഇവരെ വിവാഹം കഴിച്ച് കൂടെ പൊറുപ്പിക്കാനൊന്നല്ല, താൽക്കാലികമായ ചില സുഖങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ വിവാഹം കഴിയാത്ത ചെറുപ്പക്കാര് വിവാഹം കഴിഞ്ഞ സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അറിഞ്ഞിട്ട് പോലും ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് ചാടുകയാണ് പല സ്ത്രീകളും. അങ്ങനെ ജീവിതം നശിച്ചു പോവാണുള്ളത്. ഈ ഒരു കേസിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സ്ത്രീയുടെ ജീവിതം നശിച്ചു. അതായത് ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു കൊലപാതകിയായി. ആഷിഖിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ ആഷിഖിന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10-35 വയസ്സ് വരെ വളർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനാണ് ഇങ്ങനെ വല്ലവരുടെ കത്തിക്കും ഇരയായിട്ട് മരണപ്പെടുന്നത്. രാവിലെ ജോലിക്കെന്നും പറഞ്ഞിറങ്ങിയ ഒരു മകനാണ്. വൈകിട്ട് വീട്ടിലേക്ക് ഫോൺ കോൾ വരികയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുടെ മകനാണോ എന്ന് വന്നൊന്ന് നോക്കാൻ പറയുമ്പോ ഈ ഒരു വാർത്ത കേൾക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി, തങ്ങളുടെ മക്കൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും തങ്ങളുടെ മക്കളാണല്ലേ. അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ച് വീട്ടുകാർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതൊരു കൊലപാതകമാണെന്ന് ആദ്യമായിട്ട് സംശയം ഉന്നയിച്ചത് വീട്ടുകാർ തന്നെയാണ്. പോലീസിന് ആദ്യം ഇതൊരു ആത്മഹത്യയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഷഹനാസ് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് ഈ ആഷിഖ് ഫോൺ വിളിച്ചതിനെ തുടർന്ന് സംഭവ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഇങ്ങനൊരു ദൃശ്യം കാണുന്നത്. ആഷിഖ് ചോരയിൽ
കുളിച്ച് കിടക്കുന്ന ഒരു ദൃശ്യം കാണുന്നത്. അതേ തുടർന്നാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേന്നുള്ളതാണ്. അപ്പം എന്തൊക്കെയാണല്ലേ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവിഹിതം എന്ന് പറയുന്നത് ഒരു ഉണക്കമീൻ കഴിക്കുന്നത് പോലെയാണെന്നാണ് പലരും പറയുന്നതല്ലേ. അത് കഴിക്കുന്നവർക്ക് വളരെ ആസ്വാദികരമാണ്. പക്ഷെ ചുറ്റുമുള്ളവർക്കാണ് അതിന്റെ നാറ്റം അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ ഒരു കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അവിഹിതം കൊണ്ട് ദാ 3-4 പേരുടെ ജീവിതം ഇല്ലാണ്ടായി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. വിവാഹം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനൊക്കെ ഭാരതീയ സംസ്കാരത്തിൽ ഒരുപാട് മൂല്യം കൽപ്പിക്കുന്ന ഒന്നാണ്. പക്ഷെ ആ ഒരു മൂല്യമൊക്കെ ഇന്ന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് നിസ്സാരമായ എന്തെങ്കിലും വഴക്ക് നടന്നാൽ പോലും മറ്റൊരാളെ തേടി അല്ലെങ്കിൽ മറ്റൊരു സുഖത്തിനെ തേടി പോകുന്നവരാണ് കൂടുതൽ പേരും. അങ്ങനെ പോകുമ്പോ അവസാനം ദാ ഇതുപോലെയൊക്കെ സംഭവിക്കും. ജീവിതം തന്നെ നഷ്ടപ്പെടും. അപ്പം ജീവിതം ഒന്നേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജീവിക്കുക. നല്ല വ്യക്തികളായി സമൂഹത്തിനും നാടിനും വീടിനും ഒക്കെ മാതൃകയായി വളരുക. തങ്ങളെ വളർത്തിയുണ്ടാക്കിയ അച്ഛനും അമ്മയെ കുറിച്ചൊന്ന് ആലോചിക്കുക. ഈ ആഷിഖ് അങ്ങനെ അച്ഛനും അമ്മേനെ കുറിച്ച് ഓർത്തില്ല എന്നുള്ളതാണ്. ഈ ആഷിഖിനും ഈ ഷഹനാസിനും ലഹരി ഉപയോഗം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കേസിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ തെളിയാനുണ്ട്. അപ്പൊ അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അപ്പൊ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.